പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ഫോർട്ട് കൊച്ചി. വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമായി രണ്ട് പാപ്പാഞ്ഞിമാരെയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് എറണാകുളം ജില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, സംസ്ഥാനത്ത് ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന നഗരങ്ങളിലൊന്നാണ് കൊച്ചി, പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി. എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളതാണ്. ഉച്ച കഴിഞ്ഞ് മുതൽ വലിയ ആൾത്തിരക്കുണ്ട്. മാത്രമല്ല കനത്ത സുരക്ഷയുണ്ട്, ഗതാഗത ക്രമീകരണങ്ങളുണ്ട്. മാത്രമല്ല ഇത്തവണ രാത്രി 12 മണി വരെയും ബാറൊക്കെ തുറന്ന് പ്രവർത്തിക്കും. മാത്രമല്ല ഈ വലിയൊരു പ്രശ്നമുള്ളത് ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്, ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി ഇടപാടുകളും അതോടൊപ്പം DJ പാർട്ടികളുടെ മറവിൽ ലഹരി ഇടപാടുകൾ, ലഹരി വിൽപ്പന, ലഹരി ഉപയോഗമൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ആഘോഷത്തിന്റെ വിവരം അറിയണം. അതോടൊപ്പം എങ്ങനെയാണ് ഈ സുരക്ഷാ ക്രമീകരണം, പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ പരിശോധനകൾ എങ്ങനെയാണ്? സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ കടുത്ത നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരുന്നത്. അതേസമയം നിയന്ത്രണം ഉണ്ടാകും, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. 1300ഓളം പോലീസുകാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ ഈ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചും മറ്റ് DJ പാർട്ടികൾ കേന്ദ്രീകരിച്ചുമുള്ള ലഹരി ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോലീസ് നീക്കം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ അതുപോലെ ഫോർട്ട് കൊച്ചിയിലാണ് പ്രധാനമായും ന്യൂ ഇയർ ആഘോഷം നടക്കുക. അതുപോലെ കൊച്ചിയിലെ മറ്റ് 5 കേന്ദ്രങ്ങളിലായിട്ടും ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. അതുപോലെ പള്ളുരുത്തി, കാക്കനാട് തുടങ്ങിയ പ്രദേശങ്ങളിലും ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ടോം സൂചിപ്പിച്ച പോലെ തന്നെ 2 പാപ്പാഞ്ഞിമാരെ ഈ വർഷം കത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെളി ഗ്രൗണ്ടിലും അതുപോലെ പരേഡ് ഗ്രൗണ്ടിലും ഇത്തവണ പാപ്പാച്ചിമാരെ 2 പേരെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ നേരത്തെ അതുപോലെ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതി വരെയും പോലീസ് സ്റ്റേഷനും കോടതിയിലും നിയമപരമായി ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ വലിയ ആൾത്തിരക്കാണുള്ളത്. ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവര് കുറച്ച് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താ ന്യൂ ഇയർ ആഘോഷിക്കാവുന്നതാണോ? എങ്ങനെയുണ്ട്? രാത്രി ഉണ്ടാവുക? പേരെന്താ? അഭിഷ. ആണോ? നിങ്ങൾ എന്ത് പറയുന്നു? ന്യൂ ഇയർ ആഘോഷം അടിപൊളിയായിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് വലിയ ആഘോഷത്തിലാണ് ടോമ ഉള്ളത്. മറൈൻ ഡ്രൈവിൽ നമുക്ക് രാത്രിയിൽ തന്നെ കാണാം, വലിയ സജ്ജീകരണങ്ങളാണ്, ലൈറ്റും ഒക്കെ ആയിട്ട് വലിയ സജ്ജീകരണങ്ങളാണ്. വളരെ മനോഹരമായ ഒരു രാത്രി കാഴ്ച തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി മറൈൻ ഡ്രൈവിൽ അരങ്ങേറുന്നുണ്ട്. മാത്രമല്ല ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്, ബോട്ട് സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ക്രൂസ് സർവീസുകളും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ന്യൂ ഇയർ ആഘോഷം കൂടുതൽ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. അതിനൊപ്പം തന്നെ ഈ പോലീസുകാരെ 1300 പോലീസുകാരെയാണ് ഫോർട്ട് കൊച്ചിയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ്. അതുപോലെ മെട്രോ സർവീസ്, വാട്ടർ മെട്രോയും അതുപോലെ മെട്രോ റെയിലും സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്. വാട്ടർ മെട്രോ ഹൈക്കോടതി, അതുപോലെ മട്ടാഞ്ചേരി തിരിച്ച്, അതുപോലെ ഹൈക്കോടതി വൈപ്പിൻ, ഇവിടേക്കുള്ള സർവീസുകൾ രാത്രി 1:30 വരെ ഉണ്ടാകും. അതുപോലെ മെട്രോ സർവീസും തൃപ്പൂണിത്തുറ, ആലുവ ഭാഗത്തേക്കും രാത്രി 1:30 വരെ സർവീസുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ആൾക്കൂട്ടം ഇപ്പം മറൈൻ ഡ്രൈവിൽ ഈ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിൽ 2 മണിക്കാണ് എൻട്രി അവസാനിച്ചത്. മറൈൻ ഡ്രൈവിൽ ഒരു വലിയ ആൾക്കൂട്ടം എന്ന് പറയാൻ ഇപ്പോഴില്ല. പക്ഷെ അത് കൂടി വരും. ഈവനിങ് കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടി വരും. ഇപ്പോൾ കുട്ടികളുമായിട്ട് രാത്രി സുരക്ഷ മാനിച്ചിട്ട് പകല് വന്നു പോകാൻ ഒരുങ്ങുന്ന ആളുകളാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഉള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും ഈ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ റഷ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ചോദിക്കാം, ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇറങ്ങിയാണോ? അതെ. എങ്ങനെയുണ്ട് മറൈൻ ഡ്രൈവ്? എല്ലാ ദിവസവും വരുന്നുണ്ടോ അതോ ഇന്ന് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാ? എവിടെ വീട്? പന്തളത്ത്. ന്യൂ ഇയർ കാണാൻ മീൻസ് കാണാൻ അല്ല, ഇന്ന് വന്നതാ. പ്രത്യേകിച്ച് മെട്രോയിൽ കയറി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കൊച്ചി? മെട്രോ കൊള്ളാം, നന്നായിട്ട്. അങ്ങനെ അതായത് പുറത്തുനിന്നുള്ള ആളുകൾ, കൊച്ചിയിലുള്ളവർ മാത്രമല്ലല്ലോ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എവിടെ ന്യൂ ഇയർ ആഘോഷമായിട്ട് വന്നതാണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞങ്ങള് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലുലുമാളില് പോയി അങ്ങനെ വന്നതാണ്. അപ്പൊ മറൈൻ ഡ്രൈവിലോട്ട് വന്നോണ്ടിരിക്ക. ഞങ്ങളൊക്കെ നോക്കാൻ. എന്താ പേര്? റാനിയ. എവിടെ? പാലക്കാട്.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വിവിധ ജില്ലകളിലുള്ള ആളുകൾ നമുക്ക് വെക്കേഷൻ മൂഡിന്റെ ഭാഗമായിട്ട് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ എത്തുന്ന ആളുകളാണ്, എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ പിന്നായിട്ട് ആൾക്കൂട്ടം എന്ന് പറയുന്ന എവിടെയായിരുന്നു ന്യൂ ഇയർ കാണാവുന്നതാണോ? അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ കണ്ടോ? ഞങ്ങൾ കഴിഞ്ഞപ്പോ വാട്ടർ മെട്രോയിൽ കയറാൻ പോവാണ് കുടുംബമായിട്ട് എത്തിയതാ ഞങ്ങളെ മക്കളൊക്കെ. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എത്തിയവരൊക്കെ തന്നെ ഏറെയും കുടുംബങ്ങളാണ് ഈ ഒരു സമയത്ത്. വൈകുന്നേരത്തേക്കാവുമ്പോൾ കുറച്ചുകൂടി യൂത്തിന്റെ ഒരു പ്രസൻസ് ഒക്കെ ഇവിടെ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്നത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആഘോഷങ്ങൾ കടക്കാൻ പോലീസ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ലഹരി പരിശോധനകൾ ഉണ്ടാകും, എക്സൈസ് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും വൈകുന്നേരം DJ ഉള്ളത് കൊണ്ട് തന്നെ അതിന് കടുത്ത നിയന്ത്രണമൊന്നും ഉണ്ടാകില്ല. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കും. അവിടെ തന്നെ 1300 പോലീസുകാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവരവരുടേതായിട്ടുള്ള ഡിവിഷൻ അനുസരിച്ചിട്ടുള്ള പോലീസുകാരെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട്. എന്തായാലും വലിയ നിയന്ത്രണം എന്ന് പറയുന്നത് ആളുകളെ കടുത്ത നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ആഘോഷം മോഡ് തന്നെ ആയിരിക്കും. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങൾ പ്രോപ്പറായി ഒരുക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോഴാണ് കുറച്ചുകൂടി, കാരണം ഈ മരങ്ങളിലൊക്കെ ലൈറ്റ് ക്രമീകരണങ്ങളുണ്ട്. ഇതൊക്കെ ഭംഗിയായി കാണണമെങ്കിൽ കുറച്ചുകൂടി രാത്രിയാവണം. വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുക. അതേസമയം ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൽ മഴമരം ഒരുങ്ങിയിട്ടുണ്ട്. മഴമരത്തിൻ്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ 10,000-കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6:30 മണിയോടുകൂടി എല്ലാ ദിവസവും ക്രിസ്മസ് ദിനം മുതൽ 6:30 മണി മുതൽ മഴമരം ലൈറ്റിനിങ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും കൊച്ചി അതിഭീകരമായി ഗംഭീരമായി ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ന്യൂ ഇയർ എത്താൻ എന്നുള്ളതാണ്. എന്നിരുന്നാലും ആളുകൾ അവരുടെ ഒരു സന്തോഷം പങ്കിടാനൊക്കെ ഇപ്പോഴും നമുക്ക് ഈ ഭാഗത്തായി കാണാം. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ഭാഗത്തു നിന്നാണ്? എന്തായാലും അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമ്മൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ ഒരു വൈബ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. യൂത്തൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആഘോഷത്തിൻ്റെ കൂട്ടത്തിൽ ചേരുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് കേട്ടോ. വളരെ നിറമുള്ള കാഴ്ചകളാണ്, സന്തോഷകരമായൊരു നിമിഷങ്ങളിലാണ് കടന്നു പോകുന്നത്. കാരണം കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ, തൃക്കാക്കരയിൽ, അങ്ങനെ എറണാകുളം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ, ചെറു ഗ്രാമങ്ങളിൽ പോലും പുതുവത്സരത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു വർഷം, അതായത് വരുന്ന വർഷം നിറമുള്ളതാകട്ടെ, സന്തോഷമുള്ളതാകട്ടെ. പലപ്പോഴും നമുക്കറിയാം എവിടെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഈ നിറം കെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് പലരും അക്രമത്തിലേക്ക് മാറുന്നത്, അക്രമികളാകുന്നത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കുക, ലഹരി ഇല്ലാത്ത, പൂർണ്ണമായി ലഹരി വിമുക്തമായ ഒരു നല്ല പുതുവത്സരം എല്ലാവർക്കും ആഘോഷിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.